ഞാൻ ഡോക്ടർ ഹാനിഷ് ഹനീഫ, സീനിയർ ENT കൺസൾട്ടന്റ്, തലശ്ശേരി മിഷൻ ഹോസ്പിറ്റൽ. ഇന്നിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ മൂക്കിനുള്ളിലെ ദശകളെക്കുറിച്ചാണ്. നിങ്ങളുടെ കുട്ടികൾ രാത്രി ശ്വാസം എടുക്കാൻ ബന്ധപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ കുട്ടികൾ വായ് തുറന്നാണോ ഉറങ്ങുന്നത്? അമിതമായ കൂർക്കം വലിയുണ്ടോ? അതേപോലെ വിട്ടുമാറാത്ത ജലദോഷം, പകലുറക്കം, അക്കാഡമിക്സിൽ മാർക്ക് കുറയുന്ന അവസ്ഥ, മോണ പൊന്തുന്ന പല്ല് പൊന്തുകയും മോണ പൊന്തുന്നതും ആയിട്ട് കാണുന്നുണ്ടോ? വട്ടമുഖമുള്ള കുഞ്ഞൻ ഇപ്പോൾ കാലക്രമേണ 6-7 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കിൻ്റെ മുഖത്തിന്റെ നീളം വെക്കുന്നുണ്ടോ? അപ്പം അങ്ങനെയാൽ നിങ്ങളുടെ കുട്ടി മൂക്കിന് പിന്നിലെ ദശ അഥവാ അഡിനോയിഡ്സിന്റെ ഗ്രന്ഥി വീക്കത്തിന്റെ അസുഖം ഉണ്ടാകാം. അപ്പോൾ ഇത് ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുക? സാധാരണഗതിയിൽ കുട്ടിക്ക് കൂടെ ജലദോഷം വരുമ്പോൾ നിങ്ങളൊരു പീഡിയാട്രിക് ഡോക്ടറോ അല്ലെ പ്രൈമറി ഹെൽത്ത് കെയർ ഡോക്ടറോ കാണിക്കും. അപ്പോൾ അവർ അതിന് വേണ്ടിയുള്ള തുള്ളി മരുന്നുകളും ഒരു പക്ഷേ സ്പ്രേസും തരും. വിട്ടുമാറതാവുമ്പോൾ നിങ്ങളൊരു ENT കൺസൾട്ടേഷൻ എടുക്കാൻ നിങ്ങൾ പ്രൈമറി ഡോക്ടർ പറയും. അപ്പോൾ ENT കൺസൾട്ടൻ്റെ അടുത്ത് എത്തുമ്പോൾ അവർ മൂക്കിനുള്ളിൽ ആൻറ്റി റൈനോസ്കോപ്പി, മൂക്കിൻ്റെ ഉള്ളിൽ ലൈറ്റ് അടിച്ച് നോക്കുകയും അഡിനോയിഡ്സിന്റെ ലക്ഷണം കാണുകയാണെങ്കിൽ ഒരു ചെറിയ ക്യാമറ ഘടിപ്പിച്ച് ഒരു ട്യൂബ് മൂക്ക് കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അഡിനോയിഡ്സിന്റെ ഗ്രന്ഥി വീക്കത്തിന്റെ ഗ്രേഡ് മനസ്സിലാക്കുകയും ചെയ്യും. ചില കുട്ടികൾ മൂക്കിലേക്ക് പ്രവേശിക്കാൻ അവർ വിസമ്മതിക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു എക്സ്റേ എടുത്താൽ തന്നെ മൂക്കിന് പിന്നിലെ ദശയുടെ വലിപ്പം മനസ്സിലാവും. അപ്പൊ ഈ ഒരു ദശ സാധാരണ ഗ്രേഡ് 1, 2, 3, 4 എന്നുള്ള രീതിയിലാണ് കാണുന്നത്. ഗ്രേഡ് 4 എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് മൂക്കിന് പിന്നിൽ അടയുന്നത് അവസ്ഥ. അപ്പോൾ ഗ്രേഡ് 1ഉം 2 ഒക്കെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതൊരു ചികിത്സ അറിയിക്കുന്നില്ല. 2ന്റെ മേലെ ആകുമ്പോഴാണ് നമ്മൾ മെഡിക്കൽ മാനേജ്മെന്റ് ചെയ്യുക. ഗ്രേഡ് 4 ആണെങ്കിൽ തന്നെയും ആദ്യത്തെ 5-6 മാസം നമ്മൾ സ്ട്രിക്ട് മെഡിക്കൽ മാനേജ്മെന്റ്, അതായത് നേസൽ സ്പ്രേസും അലർജിക് മെഡിക്കേഷൻസും കൊടുക്കും. അപ്പൊ ഇതിൽ നല്ല രീതിയിൽ അഡിനോയിഡ് ഗ്രന്ഥി ചുരുങ്ങുകയോ ചുരുങ്ങാതിരിക്കുകയോ അതേപോലെ വായ് പൂട്ടി ഉറങ്ങാനുള്ള ശ്രമം കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാതിരിക്കുകയോ ചെയ്യുമ്പോഴാണ് ദശ നീക്കം ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കേണ്ടത്. അപ്പൊ ദശ നീക്കം ചെയ്യുന്ന വെച്ചാൽ കുട്ടിയുടെ ഒരു സർജറി എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും മാതാപിതാക്കൾക്ക് വളരെ ഒരു ടെൻഷനും ഒരുപാട് സംശയങ്ങളും ഒരുപാട് പേടിയുമുള്ള കാര്യമാണ്. അത് എന്നിരുന്നാൽ ഈ അഡിനോയിഡ് ഗ്രന്ഥി വീക്കം നീക്കം ചെയ്യുന്നത് യൂഷ്വലി ഒരു ഡേ കെയർ പ്രൊസീജിയറാണ്. ഡേ കെയർ എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ താമസിക്കേണ്ട ആവശ്യം വരുന്നില്ല. രാവിലെ വന്ന് വൈകുന്നേരം വീട്ടിൽ പോകാൻ പറ്റുന്ന ഒരു മൈനർ സർജറി എന്ന് തന്നെ പറയാം. എന്നിരുന്നാലും ഇത് ബോധം കെടുത്തി ചെയ്യുന്ന സർജറി തന്നെയാണ്. അപ്പോൾ അതിൻ്റെതായ പ്രിക്കോഷൻസ് എടുക്കേണ്ടതാണ്. സർജറി കഴിഞ്ഞ് യൂഷ്വലി 3-4 മണിക്കൂർ കൊണ്ട് വീട്ടിലേക്ക് പോകുന്ന ഒരു പ്രൊസീജിയറാണിത്. അപ്പോൾ അഡിനോയിഡ് സർജറി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഒരു മുഖത്തിന്റെ അനാറ്റമി ഘടന എങ്ങനെയാണെന്ന് മനസ്സിലാവും. ഇതിൽ മൂക്ക് കൂടെ ശ്വാസം എടുക്കുന്നു, അതേപോലെ ശ്വാസം നാളത്തിൽ പോകുന്നു, അതേപോലെ ശ്വസന പ്രക്രിയ കഴിഞ്ഞ് തിരിച്ച് അതേപോലെ മൂക്ക് കൂടെ ശ്വാസം പുറത്തു പോകുന്നു. അപ്പൊ മൂക്കിന് പിന്നിലുള്ള ദശ അവിടെ നിൽക്കുമ്പോൾ മൂക്കിൽ കൂടെ ശ്വാസം പോകാനുള്ള തടസ്സം ഉണ്ടാവുകയും കുട്ടി വായ് തുറന്ന് ശ്വാസം എടുക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പൊ വായ് തുറന്ന് ശ്വാസം എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം നാവ് മേലെണ്ണാക്കിൽ തട്ടുന്നില്ല. നാവ് മേലെണ്ണാക്കിൽ തട്ടിയാൽ മാത്രമേ മുഖത്തിന്റെ നടുഭാഗത്തിന്റെ കൃത്യമായ വളർച്ച ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ അഡിനോയിഡ് നീക്കം ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾക്ക് കാണാം. ഈ അഡിനോയിഡിന്റെ മേലെ നമ്മളിപ്പോൾ കൊബ്ലേഷൻ വാൻഡ് ഉപയോഗിച്ചിട്ട് അതിനെ അലിയിച്ച് കളയലാണ് ചെയ്യുന്നത്. അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബ്ലഡ് ലോസ് ഇല്ല, അതേപോലെ പെയിൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് പ്രൊസീജിയർ കഴിഞ്ഞിട്ടുള്ള പെയിൻ അശേഷം ഇല്ലാതിരിക്കും. അപ്പൊ ഇത് നീക്കം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ് കുട്ടി പിന്നെ പിൽക്കാലത്ത് വായിക്കൂടെ ശ്വാസം എടുക്കുന്നു, മൂക്ക് കൂടെ കൃത്യമായിട്ട് ശ്വസന പ്രക്രിയക്ക് പോകുന്നു. അപ്പൊ ഈ ഒരു പ്രൊസീജിയർ യൂഷ്വലി ഒരു ഹാർഡ്ലി ഒരു 30 to 45 മിനിറ്റ്സ് കൊണ്ടുണ്ടാകുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് യൂഷ്വലി ഒരു 3 hours പേഷ്യന്റിനെ മോണിറ്റർ ചെയ്തിട്ട് പേഷ്യന്റ് ഫീഡിംഗ് ഒക്കെ സ്റ്റാർട്ടായി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് യൂഷ്വലി വീട്ടിലേക്ക് പോവാറ്. അപ്പൊ ഇതൊരു ചെറിയൊരു പ്രൊസീജിയർ കാരണം ആ കുട്ടിക്ക് സമാധാനമായി ശ്വാസം എടുക്കാനും അവരെ സ്വസ്ഥമായ ഉറക്കിനും അവരെ പഠിപ്പിനും ഒക്കെ ഇംപ്രൂവ്മെന്റ്സ് വളരെ വിത്തിൻ ഷോർട്ട് ടൈം നമ്മൾ കാണുന്നുണ്ട്. അഡിനോയിഡക്ടമി എന്ന് പറയുന്ന ഈ ഒരു മൈനർ പ്രൊസീജിയർ യൂഷ്വലി മെഡിക്കേഷൻ കൊടുത്തിട്ട് കുറവില്ലെങ്കിലാണ് നമ്മൾ സാധാരണ നിർദ്ദേശിക്കുക. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് ഒരു 6 to 8 months നമ്മൾ മെഡിക്കൽ തെറാപ്പി ട്രൈ ചെയ്തെന്ന് ഉറപ്പുവരുത്തണം. മെഡിക്കൽ തെറാപ്പി ചെയ്തിട്ടും രോഗലക്ഷണങ്ങൾ കുറയാതിരിക്കുകയും കുട്ടിയുടെ ഉറക്കിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ആകാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് അഡിനോയിഡക്ടമി അഡ്വൈസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ കഴിഞ്ഞാൽ യൂഷ്വലി ഒരു 3 to 4 days കൊണ്ട് തന്നെ കുട്ടിയുടെ സ്ഥായിയായിട്ടുള്ള ഒരു ഡിസ്റ്റർബ്ഡ് അല്ലാത്ത ക്വാളിറ്റി സ്ലീപ്പ് കിട്ടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സോ ഇതേപോലെ ലക്ഷണങ്ങളുള്ള കുട്ടികൾ, അതായത് വായ് തുറന്നുറങ്ങുന്നു, കൂർക്കം വലി, കൂടെയുള്ള ജലദോഷം, മോണ പൊന്തുന്നു, ഉറക്കത്ത് ചില കുട്ടികൾക്ക് ബെഡ് വെറ്റിംഗ്, ഉറക്കത്ത് മൂത്രമൊഴിച്ചു പോവുക, ഇങ്ങനത്തെ അവസ്ഥകളുള്ള കുട്ടി ആണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ENT കൺസൾട്ടേഷൻ നിങ്ങളുടെ ഒരു ENT ഡോക്ടറിനെ കാണിക്കുന്നത് ഉചിതമായിരിക്കും. Thank you.